Hello and welcome back to Queen's Nook. ഇന്നത്തേത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്മോക്ഡ് വിങ് ഐലൈനർ ആണ് കേട്ടോ. സ്മോക്കി വിങ് ഐലൈനർ എന്ന് വെച്ചാൽ നമ്മുടെ ഐലൈനർ വരയ്ക്കത്തില്ലേ, അത് സ്മോക്കി ആയിട്ടിരിക്കുന്നത് ഇങ്ങനെ എന്ന് വെച്ചാൽ അത് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ലൈൻ പോലെ ഇരിക്കാതെ ഇങ്ങനെ സ്മോക്ഡ് ഔട്ട് ആയിട്ടിരിക്കുന്ന ഐലൈനർ. പക്ഷെ അത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഐ ലുക്കാണ് ശരിക്കും ഇത് കേട്ടോ. അപ്പോൾ ഇതൊരു ശരിക്കും ഇന്നത്തെ നമ്മൾ ഇനിയിപ്പോൾ ക്രിസ്മസ് പാർട്ടി, ന്യൂ ഇയർ പാർട്ടിയൊക്കെ വരുമല്ലേ, അപ്പോൾ ശരിക്കും ഒരു ക്രിസ്മസ് പാർട്ടിക്കൊക്കെ വെയർ ചെയ്യാൻ പറ്റിയൊരു ലുക്ക്. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ലൈറ്റ് കളർ ഡ്രസ്സസ്, പീച്ച്, റോസ്, വൈറ്റ് അങ്ങനെയുള്ള ഡ്രസ്സസും ലൈറ്റ് ജ്വല്ലറി ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ബ്യൂട്ടിഫുൾ, ഓൾ സെറ്റ് ഫോർ ദി ക്രിസ്മസ് പാർട്ടി. അപ്പോൾ എൻജോയ്. സ്മോക്കി വിങ്ഡ് ഐലൈനർ ആണല്ലോ, അപ്പോൾ ഞാൻ ബാക്കി ഫേസ് കംപ്ലീറ്റ് സെറ്റ് ചെയ്തിരിക്കും. അപ്പം കംപ്ലീറ്റ് സ്മോക്ഡ് എന്നല്ല, നമ്മുടെ വിങ് ഉണ്ടല്ലോ അത് സ്മോക്ക് ചെയ്ത് വരയ്ക്കും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. അപ്പോൾ അത് സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതൊരു ഒരു പാർട്ടി മേക്കപ്പ് ലുക്ക് അല്ലേ, അപ്പോൾ കുറച്ചൊരു ഗ്ലിറ്ററും ഷൈനും ഒക്കെ വേണ്ടേ. അപ്പം ആക്ച്വലി ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്ന പാലറ്റ് ഈ ജുവിയാസ് പ്ലേസിൻ്റെ തന്നെ ഒരു, സത്യം പറഞ്ഞാൽ ന്യൂഡ് പാലറ്റ് എന്ന് പറയത്തില്ല, ഏതെങ്കിലും ഒരു ന്യൂഡ് പാലറ്റ് എടുത്താൽ മതി കേട്ടോ. ഈ ന്യൂഡ് പാലറ്റ് തന്നെ വേണമെന്നില്ല, മേബിലീനുണ്ട്, കുറേ പേർക്കുണ്ട് ഈ നൈക്കയ്ക്കുണ്ട് ന്യൂഡ് പാലറ്റ്, നല്ല നല്ല പാലറ്റ്സ്. അപ്പോൾ ഏതെങ്കിലും ഒരു നല്ലൊരു കിടില ന്യൂഡ് പാലറ്റ് എടുക്കുക. എന്നിട്ട് അതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു ഷിമ്മർ എടുക്കണേ. ഞാൻ കാണിച്ചു തരാം ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന കളേഴ്സ് ഏതൊക്കെയാണെന്ന്. നോക്ക്, ഇത് ഈ ഷിമ്മർ നല്ലതാണ്. ഇതൊരു ഷിമ്മറാണ് കേട്ടോ ശരിക്കും. ക്ലിയർ ആണെങ്കിൽ ഇത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാം. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ഇന്ന് ഇത് യൂസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇത് യൂസ് ചെയ്തിട്ട് അപ്പം ഫസ്റ്റ് ഞാൻ ഐലിഡിൽ ഈ കളർ യൂസ് ചെയ്യും, ഈ ഷിമ്മർ യൂസ് ചെയ്യും. അപ്പോൾ എൻ്റെ ട്രാൻസിഷൻ കളർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഞാൻ പറഞ്ഞില്ല, ഓൾമോസ്റ്റ് നമ്മുടെ സ്കിന്നുമായിട്ട് ഓൾമോസ്റ്റ് അടുത്തൊക്കെ നിൽക്കുന്ന, അല്ലെങ്കിൽ കുറച്ച് ഡാർക്കർ അങ്ങനത്തെ ഒരു കളറായിരിക്കണം നമ്മുടെ ട്രാൻസിഷൻ ഷെയ്ഡ്. അപ്പോൾ അത് ഈ കളർ ഞാൻ യൂസ് ചെയ്യും. പിന്നെ എനിക്കത് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കത് ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം, അതൊന്നൊരു വിഷയമല്ല. പിന്നെ ഇത് ഡാർക്ക് ബ്രൗൺ, ആക്ച്വലി ദിസ് ഇസ് ഡാർക്ക് ബ്രൗൺ, അതും വെച്ചിട്ടാണ് നമ്മൾ ആ വിങ് അങ്ങോട്ട് സ്മോക്ക് ഔട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ചിലപ്പോൾ അത് അത്ര പിന്നെ നമുക്ക് ഐലൈനർ വേണം. അപ്പോൾ അത് വേണമെങ്കിൽ ഒരു ബ്ലാക്ക് ഐ ഷാഡോ, ഞാൻ ബ്ലാക്ക് ഐ ഷാഡോ കൊണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ. കാരണം ഈ പാലറ്റിൽ ബ്ലാക്ക് ഐ ഷാഡോ ഇല്ല, ഏതെങ്കിലും ഒരു ബ്ലാക്ക് ഐ ഷാഡോ, വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ബ്ലാക്ക് ഐ ഷാഡോ സെപ്പറേറ്റ് ആയിട്ടുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ തുടങ്ങാം. ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ ഈ ഗ്ലിറ്റർ ഉണ്ടല്ലോ, ഗ്ലിറ്റർ ഞാനാണെങ്കിൽ എൻ്റെ കണ്ണിൻ്റെ ഫസ്റ്റ് ഹാഫിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഞാനത് പ്ലേസ് ചെയ്തു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ട്രാൻസിഷൻ ഷെയ്ഡ് വെച്ചിട്ട് ജിങ് ചെയ്യാം. സത്യം പറഞ്ഞുണ്ടല്ലോ, ട്രാൻസിഷൻ ഷെയ്ഡ് ആദ്യം ചെയ്യാമായിരുന്നു. കഥ പറഞ്ഞ് അതിൻ്റെ കാര്യം ഞാൻ മറന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ഈ എൻസ് ഒക്കെ സ്മോക്ക് ഔട്ട് ചെയ്തു. സ്മോക്ക് ഔട്ട് മീൻസ് നമ്മൾ ആ ട്രാൻസിഷൻ ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ ഡാർക്കർ കളർ ബ്രൗൺ ഉണ്ടല്ലോ, ഡാർക്ക് ബ്രൗൺ ആണെങ്കിൽ ഒരു ആംഗിൾഡ് ബ്രഷിൽ എടുക്കാൻ പോകണേ. ആംഗിൾ ബ്രഷ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇതാണ് ആംഗിൾഡ് ബ്രഷ്, ക്വിങ് എന്നുള്ള ഷേപ്പിലുള്ള ബ്രഷ്. അപ്പോൾ ഡാർക്കർ ബ്രൗൺ ഞാൻ ആംഗിൾ ബ്രഷിൽ എടുത്തിട്ട് കാണിച്ചു, അത് വെച്ചിട്ട് ഞാൻ വിങ് വരയ്ക്കാൻ പോവാണ്. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് നമുക്കിപ്പം ഈ സെലോ ടേപ്പ് ഒട്ടിച്ചിരിക്കുന്ന കാരണം ഒന്നും പേടിക്കണ്ട, നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം എന്ന് വെച്ചാൽ നമുക്കൊരു ഗൈഡ് ഉണ്ടല്ലോ. എന്നിട്ട് ഞാൻ സെലോ ടേപ്പിൻ്റെ മേൽഭാഗത്തു നിന്ന് ഞാൻ വിങ് പോലെ ഇങ്ങനെ വരച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാം. കണ്ടോ, ഇനി ആ ലൈറ്റർ ഷെയ്ഡ് വെച്ചിട്ട് നമുക്ക് അതൊന്ന് സ്മോക്ക് ഔട്ട് ചെയ്യാം. അതിൻ്റെ എൻഡ്സ് മാത്രം ചെറുതായിട്ടൊന്ന് ലൈറ്റ് ആക്കി കൊടുക്കണം. ഈ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ട്രാൻസിഷൻ ഷെയ്ഡ് ഉണ്ടല്ലോ, ട്രാൻസിഷൻ ഷെയ്ഡ് എടുത്തിട്ട് ആ വിങ്ങിൻ്റെ മേൽഭാഗം ചെറുതായിട്ട് കാണാൻ പറ്റുന്നില്ല ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. ഇനി ഒന്നും കൂടി ആ ഡാർക്ക്നെസ് കൊടുക്കാം.
നമ്മൾ ചെയ്താണ് ഇത് ഭയങ്കര നല്ല ഒരു ഐ ഷാഡോ ഷേപ്പ് കിട്ടണമെങ്കിൽ നല്ല കുറച്ച് നേരം എടുത്ത് നമ്മൾ ചെയ്യണം കേട്ടോ. കണ്ടില്ലേ? ഇനി എന്താ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? ഞാനൊരു ജെൽ ഐലൈനർ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ഐലൈനർ ആയാലും മതി, അതെടുക്കണം. ഇത് ഭയങ്കര സിമ്പിളാണ് ഈ പരിപാടി. എന്നിട്ട് ഞാൻ ആക്ച്വലി ഇന്നൊരു ജെൽ ഐലൈനറാണ് എടുക്കുന്നത്. ഇംഗ്ലോട്ടിൻ്റെ ജെൽ ഐലൈനർ എടുത്തു. എന്നിട്ട് ഞാനാണെങ്കിൽ കുഞ്ഞൊരു ആംഗിൾ ബ്രഷ് അല്ലെങ്കിൽ ഏതെങ്കിലും ഐലൈനർ ബ്രഷ് ആയാലും മതി കേട്ടോ. അതെടുത്തിട്ട് ഞാനാണെങ്കിൽ ഈ വിങ് വരയ്ക്കാൻ പോകണം. എന്ന് വെച്ചാൽ ഇത്രയും ചക്ക വിങ് അല്ല, അതിനകത്ത് നിൽക്കുന്ന ഒരു വിങ് വരയ്ക്കാൻ പോകണം. നമ്മൾ സാധാരണ ഐലൈനർ വരയ്ക്കുന്ന പോലെ ഇനി എൻഡ് വരെ വരയ്ക്കാം. മറ്റേത് വെച്ചിട്ട് ഒന്നുകൂടി സ്മോക്ക് ഔട്ട് ചെയ്യാൻ പോവാം. ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. നമ്മുടെ സ്മോക്കി വിങ് റെഡി ആയിട്ടുണ്ട്. വിങ് വിത്ത് സ്മോക്ഡ് ഔട്ട് വിങ് കണ്ട. ഇനിയുണ്ടല്ലോ നമുക്ക് ഇതിന്റെ കണ്ടിന്യൂവേഷൻ താഴോട്ടും ചെറുതായിട്ട് കൊടുക്കണം. അതേപോലെ ആ ഡാർക്ക് ബ്രൗൺ ഇതെടുത്തിട്ട് ഞാനാണെങ്കിൽ ഇതേ എന്നിട്ട് നമ്മുടെ ഐലൈനർ ഉണ്ടല്ലോ, ഐലൈനർ എടുത്തിട്ട് നമുക്ക് അടിയിലും വരയ്ക്കാം. അതുപോലെ ഞാൻ ഈ കണ്ണ് ചെയ്യാമേ. അപ്പോൾ നമ്മുടെ സ്മോക്കി വിങ്ഡ് ഐലൈനറിന്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഫേസിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം, കോൺടൂറിങ്ങും ഹൈലൈറ്റിങ്ങും ഒക്കെ. ഓക്കെ, അപ്പം നൈക്കയുടെ പാലറ്റ്സ് വെച്ചാണ് ഇന്ന് കോണ്ടൂറിങ് ഹൈലൈറ്റിങ്ങും ബ്ലഷും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് കോണ്ടൂർ ചെയ്യാൻ പോവാണ് ഞാൻ. ഇച്ചിരി കുറച്ച് ഗ്ലാമർ കോണ്ടൂറിങ് ഒക്കെ ആവും. പിന്നെ ബാക്കിയൊക്കെ ലൈറ്റ് എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലേ, ഹെവിയാണ് കണ്ണ്. ഞാൻ ആക്ച്വലി ഉള്ളൂ ഇത്രയും ഹെവി ആയിട്ടുള്ള ലൈനർ വേണ്ടെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ ചെയ്ത് വന്നപ്പോൾ അതിൻ്റെ രസത്തിലുണ്ടല്ലോ അങ്ങോട്ട് പൂശി. ഡബിൾ സൈഡ് മിറർ ആയതുകൊണ്ട് ബാക്ക് സൈഡിലുള്ളതെല്ലാം നിങ്ങൾക്ക് കാണാം. ഞാൻ ഒളിപ്പിച്ച് വെക്കണേ. ഓക്കെ, ഇനി ബ്ലഷ്. ഞാൻ ഹൈലൈറ്റർ ലാസ്റ്റ് എന്ന് പറയും. എന്നിട്ട് എപ്പോഴും ഹൈലൈറ്റർ എടുത്ത് അറിയാതെ അങ്ങനെ ഇട്ട് കൊടുക്കും. ഇതുണ്ടല്ലോ, ഇത് നൈക്കയുടെ മാലിബു ബാർബി എന്ന് പറയുന്ന ഒരു ബ്ലഷ് ഡുവോ പാലറ്റാണ്. 2 ബ്ലഷ് ഉണ്ട് കേട്ടോ. ഞാൻ 2 കൂടെ ചേർത്താണ് എടുത്തത്. ഇനി ഹൈലൈറ്റർ ഉണ്ടല്ലോ, ഇനി ഞാൻ നൈക്കയുടെ പാലറ്റിൽ തന്നെ ഹൈലൈറ്റർ എടുക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ബ്രഷ് ഉണ്ടായിരുന്നല്ലോ. പണ്ട് എനിക്ക് ഈ ബ്രഷില്ലാതെ ഹൈലൈറ്റർ ഇടാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ കുറേ നാളായിട്ട് അത് മറന്നിരിക്കുമായിരുന്നു ആ ബ്രഷ്. അപ്പോൾ ഇന്ന് ഞാനാണെങ്കിൽ ബ്രഷസൊക്കെ അടുക്കി വെച്ചപ്പോൾ ഇത് പിന്നെ എൻ്റെ കയ്യിൽ കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് ഇതിട്ട് തന്നെ കാച്ചിയേക്കാണ്. ഓൾ സെറ്റ് ഫോർ ദ ക്രിസ്മസ് പാർട്ടി. ആരാണ് എന്നെ ക്രിസ്മസ് പാർട്ടിക്ക് വിളിക്കുന്നത്? നമുക്ക് വേഗം പോയി ഫുഡൊക്കെ അടിച്ചിട്ട് വരാം. ഇത്തവണത്തെ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യണം. കഴിഞ്ഞ വർഷവും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല.
നെക്സ്റ്റ് ലിപ്സ്റ്റിക്. അപ്പോൾ ഭയങ്കര സട്ടിലായിട്ടുള്ളൊരു കളർ. ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം ആകെപ്പാടെ ഗ്രീനും റെഡും ആകെപ്പാടെ ഒരു ബഹളമല്ലായിരുന്നു. അപ്പോൾ ഇത്തവണ ഇന്ന് ഞാൻ പറഞ്ഞില്ല ഒരു വേറബിൾ ലുക്ക് കൊണ്ടുവരാന്ന്. ശരിക്കും കേട്ടോ ഈ സ്മോക്കി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. എനിക്ക് നല്ല ഇഷ്ടമായി ഇത് എങ്ങനെയാണ് ആയെന്നുള്ളത്. ശരിക്കും ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇത് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്ത് പറയണേ. ഇന്ന് യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, പർപ്പിൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ലിപ്സ്റ്റിക് ആണ്. ഇത് നല്ല ഒരു കളർ കേട്ടോ, നല്ല ഡെയിലി വെയറിന് പറ്റിയ ഒരു കളറാണ്. എനിക്ക് ആക്ച്വലി മുമ്പ് ഞാൻ സ്ഥിരം ബ്രൗൺ ന്യൂസ് റോസി ന്യൂസ് ആയിരുന്നു കേട്ടോ യൂസ് ചെയ്തിരുന്നത്. പിന്നെ ഒരിക്കൽ എനിക്കൊരു ലോറിയലിൻ്റെ, പിന്നെ എനിക്കത് കളർ കിട്ടിയിട്ടേ ഇല്ല. അത് ഒരു ഒരെണ്ണം കിട്ടിയായിരുന്നു കേട്ടോ. അത് പക്ഷേ അത് പിന്നെ എൻ്റെ അത് എങ്ങനെയോ അത് മിസ്സായിപ്പോയി. പിന്നെ ഞാനത് സിമിലർ ആയിട്ടുള്ള കുറേ കളർ തപ്പി നടന്നു, കിട്ടിയിട്ടേ ഇല്ല. അപ്പോൾ നമ്മുടെ ഫേസ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ യൂഷ്വലി എന്താണെന്നറിയാമോ, നമ്മൾ ക്രിസ്ത്യൻ ബ്രൈഡ്സ് ഒക്കെ കണ്ടിട്ടില്ലേ, ഭയങ്കര ലൈറ്റ് കളർ ഡ്രസ്സസ് ആണ്, ഹെവി ജ്വല്ലറി ഇല്ല, അങ്ങനെയാണ് പൊതുവേ അവരുടെ മേക്കപ്പ്. അപ്പം ഒരു ക്രിസ്മസ് പാർട്ടി എന്ന് പറയുമ്പോഴും അതുപോലെ ഭയങ്കര സട്ടിൽ മേക്കപ്പ്, പക്ഷെ ഭയങ്കര ലവ്ലി ആൻഡ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ഡ്രസ്സിൻ്റെ കളറും കൂടുതലും ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ വൈറ്റ്സ്, പിന്നെ ബേബി പിങ്ക്സ്, പീച്ച്, അതൊക്കെ ഭയങ്കര രസമായിരിക്കും. പിന്നെ കുറച്ച് സിൽവർ ഗ്ലിറ്ററി ഡ്രസ്സസ് നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ക്രിസ്മസ് പാർട്ടിക്ക് പോകുമ്പോൾ ശരിക്കും നമ്മൾ അവിടുത്തെ ആ ഒരു ഈ ക്രൗഡിലോട്ട് അങ്ങ് ശരിക്കും അങ്ങ് ഇതാവുകയാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഭയങ്കര കാഞ്ചീപുരം പട്ടൊക്കെ കൊടുത്തൊരു ക്രിസ്മസ് പാർട്ടിക്ക് പോയി നോക്കിയാൽ നമ്മൾ ഒരുമാതിരി ഔട്ട് ഓഫ് ദ പാക്ക് പോലെ നിൽക്കും. അപ്പം യൂഷ്വലി അങ്ങനത്തെ കുറച്ചും കൂടെ ഒരു ലൈറ്റ് വേർഷൻ ഓഫ് ഡ്രസ്സസ് ഇടുകയാണെങ്കിലാണ് കുറച്ചും കൂടെ ഭംഗി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പീച്ച് ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റായിട്ടിരിക്കുന്നത്. എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ മിക്കവർക്കും ആ ഒരു നമുക്കൊരു ബ്രൈറ്റ്നെസ് തരും മൊത്തത്തിൽ ഫേസിന്. ഈ പീച്ച് എന്ന് പറയുന്ന കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഞാൻ എൻ്റെ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് റെഡി ആയിട്ട് വരാം. ഓക്കേ, അപ്പം ഞാൻ ഓൾ സെറ്റ് ഗോ ഫോർ ദ ക്രിസ്മസ് പാർട്ടി കേട്ടോ. ഒരു വലിയ കമ്മലൊക്കെ ഇട്ട് ഒരു ചെറിയ ഹെയർ ആക്സസറി ഒക്കെ വെച്ചു. അയ്യോ എൻ്റെ ദൈവമേ, അത് പറഞ്ഞപ്പോഴാണ് ക്രിസ്മസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. കഴിഞ്ഞ ദിവസം നെയിൽ ആർട്ട് ചെയ്തില്ലേ, എന്നിട്ട് ഈ ഗ്രീൻ നെയിൽ പോളിഷ് ഉണ്ടല്ലോ, റെവ്ലോണിൻ്റെ ഗ്രീൻ നെയിൽ പോളിഷാണ്. അയ്യോ അത് ഡയറക്റ്റ് അടിക്കരുതേ എന്താക്കുന്നത്, അതെല്ലാം മഞ്ഞയായി കേട്ടോ. എന്നാൽ ഞാൻ 2 ദിവസം ഇട്ടുള്ളൂ. പിന്നെ ഞാനത് ഇങ്ങനെ ഒരെണ്ണത്തിനകത്ത് ചുമ്മാ തുടച്ച് നോക്കിയപ്പോഴാണ് കംപ്ലീറ്റ് യെല്ലോയിഷ്. ഇനി ഫുള്ള് എടുത്ത് കളയണം അത്. എന്നിട്ട് കുറച്ച് ദിവസം നെയിൽസിനെ ഫ്രീ ആയിട്ട് വിടണം. ആകെ ഒരുമാതിരിയായി നെയിൽസ് കേട്ടോ. അതെനിക്കൊന്ന് ബേസ് കോട്ട് അടിച്ചിട്ട് ഇട്ടാൽ മതിയായിരുന്നു. അപ്പോൾ ആ റെവ്ലോണിൻ്റെ ഗ്രീൻ കളർ നെയിൽ പോളിഷ് മേടിക്കുന്നവർ ഓർക്കുക, അത് നല്ലപോലെ ബേസ് കോട്ട് ഇട്ടിട്ടേ ഇടാവുള്ളൂ കേട്ടോ. ഇനി ഞാൻ ആ പെട്ടെന്നുള്ള ധൃതിയിൽ പിടിച്ച റൈറ്റ് ഹാൻഡിലും കൂടെ ഇട്ട് കൊടുത്തു, അതാണ് ആകെ കൊള്ളാൻ. അപ്പോൾ അത് പോട്ടെ, നമ്മുടെ അത് കഴിഞ്ഞു പോയ വീഡിയോ അല്ലേ, ഇതിപ്പോൾ പുതിയ വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കാര്യം പറയുന്നതിന് മുമ്പ് ഹെയർ കണ്ടോ, ചുമ്മാ ഇവിടെ ഞാനിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ബാക്കിൽ വെച്ചു. ഇവിടെ അതുപോലെ ട്വിസ്റ്റ് ചെയ്ത് എന്നിട്ട് ഇവിടെ ഒരു ഹെയർ ആക്സസറിയും കൂടെ വെച്ചു കേട്ടോ. ഒരു കുഞ്ഞൊരു ഹെയർ ആക്സസറി വിത്ത് സ്റ്റോൺസ് വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ഭംഗിയാണ് കേട്ടോ. പ്രത്യേകിച്ച് നൈറ്റ് ടൈമിലൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ നല്ല ഭംഗിയാകും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ വീണ്ടും വരണം ക്വീൻസ് ന്യൂക്കിലേക്ക് അടുത്ത അടിപൊളി വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അതുവരെ ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്. ഇറ്റ്സ് ബൈ ബൈ ഫ്രം ക്വീൻസ് ന്യൂക്ക്. വീണ്ടും കാണാം.